എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വലിയൊരു സ്വാഗതം. അങ്ങനെ മറ്റൊരു വീഡിയോ ആയിട്ട് ഇതാ നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് കേട്ടോ. ഒരുപാട് സന്തോഷത്തോട് കൂടിയിട്ടാണ് ഈ ഒരു യാത്ര ഞങ്ങൾ തുടരുന്നത് കേട്ടോ. അപ്പം നമ്മുടെ വീട്ടിൽ നിന്നും ചെരിപ്പൂര് ദേശത്തേക്ക് നമ്മൾ പോവുകയാണ്. ചെരിപ്പൂര് ആദ്യമായിട്ട് കേൾക്കുകയായിരിക്കും ആ ഒരു പേര് അല്ലേ. ചെരിപ്പൂര് ദേശം എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം ഓടി വരുന്നത് ഒരു സ്കൂളാണ് കേട്ടോ. AMLPS സ്കൂൾ. എൻ്റെ ജയസ് ടീച്ചർ, പ്രേമ ടീച്ചർ, ശ്രീദേവി ടീച്ചർ, വിശ്വം മാഷ്, ബാലൻ മാഷ്, അതേപോലെ തന്നെ ഖദീജ ടീച്ചർ, ഇവരൊന്നും മറക്കാൻ പറ്റാത്ത നമ്മുടെ ടീച്ചേഴ്സാണ് കേട്ടോ. അപ്പോൾ ഇവരൊക്കെ നമ്മുടെ കൂടെ നമ്മുടെ പോരായ്മകളും നമ്മുടെ ക്വാളിറ്റീസൊക്കെ മനസ്സിലാക്കി കട്ടയ്ക്ക് സപ്പോർട്ട് നിന്നിരുന്ന നല്ല ടീച്ചേഴ്സാണ്. അപ്പോൾ 1 തൊട്ട് 4 വരെ ഞാൻ ചെരിപ്പൂർ സ്കൂളിലെ AMLPS സ്കൂളിലാണ് പഠിച്ചത്. ഒരുപാട് സന്തോഷം എൻ്റെ മോനെ അവിടെ കൊണ്ടുവന്ന് അവിടെയൊക്കെ കാണിക്കാൻ പറ്റുക എന്ന് പറയുന്നതൊക്കെ ഒരുപാട് സന്തോഷമുള്ള ഒരു കാര്യമാണ്. ശരാ 2ാം ക്ലാസ് ആയിരുന്നു അവിടെ. ഹലോ, എന്താ പേര്? ഷബാന. മോളെയോ? എത്രയിലൊക്കെ പഠിക്കണേ? 2ൽ. ഇതാ ക്ലാസ് അല്ലേ? ഇവിടെ ഞാനും പഠിച്ച ഈ ക്ലാസ്സിൽ. ഹായ്. വർഷങ്ങൾക്ക് മുന്നേ ഞാൻ പഠിച്ച ക്ലാസ്സിൽ നിൽക്കുകയാണ് ഞാനും എൻ്റെ കുട്ടപ്പായും കൂടിയിട്ട്. അല്ല കുട്ടപ്പായി, ടീച്ചേഴ്സിനൊക്കെ ഞാൻ കണ്ടു, വീഡിയോ എടുക്കണം വിചാരിച്ചു, വിട്ടുപോയി. ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. എന്തായാലും നമുക്ക് ബാക്കിയുള്ള പരിപാടിയൊക്കെ കണ്ടോക്കി വെക്കാം. ഇവിടുത്തെ വാർഷികമാണ്. ഇവിടുത്തെ വാർഷികത്തിന് ഞാനിപ്പോൾ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ഒപ്പന കളിച്ചിട്ടുണ്ട്, സിനിമാറ്റിക് ഡാൻസ് കളിച്ചിട്ടുണ്ട്. ഒപ്പനയുടെ 4 പേര് ഞാൻ പാടാട്ടോ. തിന്നും മോളെ വേണ്ടമായി, തിന്നടി മോളെ മതിയമായി, തിന്നിട്ട് വരുവോളെ തീറ്റിക്കുന്ന പൊന്നമ്മായി, നമ്മുടെ പൊന്നാരമായി. അതായിരുന്നു ഒപ്പനയുടെ 4 പേര്. അത് ഞാനാട്ടോ, അമ്മായിയും വേണ്ടി ഞാനാണ് അഭിനയിക്കുന്നുണ്ടായിരുന്നത്. എന്തായാലും സൂപ്പർ. ഇത് വ്ളോഗാ. ഹായ്. നിങ്ങളുടെ ഡാൻസ് ഉണ്ടോ? ഇത് ഏതാ ഡാൻസ്? അല്ലേ? നമുക്ക് ഡാൻസ് ഒക്കെ കാണാം. ഒരുപാട് സന്തോഷത്തോട് കൂടിയിട്ട് ഞാൻ അവിടെ 4 പറ നടന്ന് കണ്ടു കേട്ടോ. അതാ പിള്ളേരൊക്കെ പാട്ട് വെച്ചിട്ട് നല്ല ഗംഭീരമായിട്ടുള്ള ഡാൻസാണ്. പണ്ടും അങ്ങനെ തന്നെയായിരുന്നു ഞാൻ പഠിക്കുന്ന സമയത്തും. ഇതേ കിണറൊക്കെ ഇപ്പോൾ കുത്തിയതാണ് കേട്ടോ. ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് കിണറൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇതാ കുട്ടപ്പായി അതോടൊക്കെ കയറിയിട്ട് കളിക്കുകയാണ്. ഇതൊക്കെ അവർ സെറ്റ് ചെയ്തതാണ്. അതായത് ഒരു ആമക്കുട്ടനെ അവിടെ ഗംഭീരമായിട്ട് പണിത് വെച്ചിട്ടുണ്ട്. പിന്നെ മതിലൊന്നും ഉണ്ടായിരുന്നില്ല, അന്ന് കമ്പിവേലിയായിരുന്നു. ഒരുപാട് മാറ്റങ്ങൾ, ഒരുപാട് നല്ല നല്ല കുട്ടികൾക്ക് കളിക്കാനുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ സ്കൂളിൽ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. ഇതാ ഈ വരാന്തയിൽ കൂടെയൊക്കെ ഞാൻ എത്ര വട്ടം ഓടിക്കളിച്ചിട്ടുണ്ടെന്ന് അറിയോ. അപ്പോൾ നമുക്ക് സച്ചിദാനന്ദ മാഷ്ട ഒരു പാട്ട് കേൾക്കാം. ഒരു വസന്ത പൂക്കളായി വിടർന്നിടാ, നന്മതൻ കുരുന്നുകളെ, നാളെ തൻ പ്രതീക്ഷകളെ, പോരുവിൻ ഒന്നു ചേരുവിൻ, ഒരു മതൻ സംഗീതം പാടിടാ, ഒരു നല്ല നാളെ തൻ നീണമായി, ഒന്നു ചേർന്നുണർത്തു പാട്ടുപാടിടാം, ഒരു വസന്ത പൂക്കളായി വിടർന്നിടാം. എല്ലാ കൂട്ടുകാർക്കും രക്ഷിതാക്കൾക്കും വേദിയിരിക്കുന്ന എല്ലാ വ്യക്തിത്വങ്ങൾക്കും നന്ദി. അതിനുശേഷം അവിടെ കുട്ടികൾക്കുള്ള സമ്മാനദാനങ്ങളും അവരുടെ ഡാൻസും പാട്ടും ടീച്ചർമാരുടെ ഡാൻസൊക്കെയാണ് ഉണ്ടായിരുന്നത് കേട്ടോ. അതൊന്നും കാണാൻ ഞാൻ നിന്നില്ല. കുറച്ച് സമ്മാനദാനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് നിന്ന് കണ്ടു നോക്കി നോക്കാം. ഇതൊരു ചെറിയൊരു ഡയറി പോലെ അവരുടെ അനുഭവങ്ങൾ, 4ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ, നമ്മുടെ ചെരിപ്പൂർ സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ മലർവാടി എന്ന് പറഞ്ഞിട്ടുള്ള ചെറിയൊരു മാസിക പോലെ ഒരു സംഭവമാണ് കേട്ടോ. അതവിടെ പ്രദർശനം ചെയ്തു. അങ്ങനെ ഇതാ നമ്മുടെ ചെരിപ്പൂർ സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ള ഒരു മോനാണ്. അവന് അത്യാവശ്യം കുഴപ്പമില്ലാതെ എല്ലാ കാര്യങ്ങളിലും ഇപ്പോഴും അവൻ നല്ല മിടുക്കനായിട്ട് ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രോത്സാഹന സമ്മാനവും കാര്യങ്ങളൊക്കെയാണ് കൊടുക്കുന്നത് കേട്ടോ. അവൻ ഏതൊരു എക്സാമിന്, അതേപോലെ സ്പോർട്സിന് എക്സാമിനാണെന്ന് ഞാൻ വിട്ടുപോയി, കുറച്ച് മുന്നേ എടുത്തിട്ടുള്ള വീഡിയോ ആണ്. അതിനെന്തോ വിജയം നേടിയതിൻ്റെ ഒരു ചെറിയൊരു പുരസ്കാരം അവന് കൊടുക്കേണ്ടായി.
അതിനുശേഷം ഞാൻ എല്ലാവരും സ്റ്റേജിൽ ഇരിക്കുന്നുണ്ട്. സച്ചിദാനന്ദ മാഷ് എന്നെ ആദ്യമായി മേക്കപ്പ് ചെയ്ത് മുടി കെട്ടി എന്നെ ഡാൻസിന് ഇവിടുത്തെ സ്റ്റേജിൽ കയറ്റിയിട്ടുള്ള ഒരു വ്യക്തിയാണ് കേട്ടോ. പ്രേമ ടീച്ചർ ഇതാ റോസ് സാരി എടുത്തിട്ട് നിൽക്കണില്ലേ, കണ്ണട വെച്ചിട്ട്. അതാണ് എൻ്റെ ക്ലാസ് ടീച്ചർ ഉണ്ടായിരുന്നത്, പ്രേമ ടീച്ചർ. ഒരുപാട് സന്തോഷം ടീച്ചറേനൊക്കെ കാണാൻ പറ്റിയതിലും. അതേപോലെ തന്നെ ടീച്ചറുടെ കൂടെ നിന്നിട്ട് ഈ ഒരു സ്റ്റേജിൽ നിന്ന് സംസാരിക്കാനൊക്കെ പറ്റിയതിൽ ഒരുപാട് സന്തോഷം, അഭിമാനമൊക്കെ തോന്നുകയാണ് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ ബാലൻ മാഷ് കേട്ടോ. ബാലൻ മാഷ് കുട്ടിക്ക് ക്യാഷ് പ്രൈസ് കൊടുക്കുകയാണ്. ക്ലാസ്സിൽ അത്യാവശ്യം മിടുക്കരായി പഠിക്കുന്ന കുട്ടികൾക്ക് ക്യാഷ് പ്രൈസ് കൊടുക്കുകയാണ് കേട്ടോ. ഫസ്റ്റിനും സെക്കൻഡിനും ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഊഹം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് നേരം ഇതൊക്കെ കാണാം അല്ലേ. ഒരു സന്തോഷമല്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുക എന്ന് പറയണത്. അങ്ങനെ പരിപാടികളൊക്കെ അതിഗംഭീരമായിട്ട് തന്നെ നടന്നു കേട്ടോ. സമ്മാനദാനങ്ങളൊക്കെ. അതിനുശേഷം നന്ദി പറയാനായിട്ട് അവിടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഉൾപ്പെടുന്ന അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥിയുടെ ഒരു ഉമ്മയാണ്. എൻ്റെ ഒരു കൂട്ടുകാരിയാണ്. എൻ്റെ അമ്മൂമ്മയുടെ വീടിൻ്റെ അവിടെയാണ് മുഫീദയുടെ വീട് കേട്ടോ. അപ്പോൾ അവളുടെ മോള് ഇപ്പോൾ ക്ലാസ് ഫസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം അഭിമാനമൊക്കെ ഒരമ്മയ്ക്ക് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ് മുഫീദ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അവൾക്ക് 2 മോളാണ്. ഒരു മോള് ഇവിടെ, ഒരു മോള് ചാലിശ്ശേരി സ്കൂളിലാണെന്ന് തോന്നുന്നു. എനിക്ക് കറക്റ്റായിട്ട് എനിക്ക് ഓർമ്മയില്ല. അവൾ അങ്ങനെ അന്ന് പറഞ്ഞു. ഒരുപാട് സംസാരിച്ച് ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. കഴിഞ്ഞു അല്ല എന്തേ വരാഞ്ഞു എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ ആ വിശേഷങ്ങളൊക്കെ ഞങ്ങൾ സ്റ്റേജിൽ ഇരുന്നിട്ട് തൊരതരാന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവളാണ് ഞാൻ സ്റ്റേജിൽ നിന്ന് സംസാരിക്കുമ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ ഫോൺ കൊടുത്തു. പക്ഷേ ലോക്ക് പറഞ്ഞു കൊടുക്കാൻ ഞാൻ മറന്നുപോയി. അപ്പോൾ അതുകൊണ്ട് അവൾക്ക് അതൊരു വീഡിയോ ആക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ എനിക്കും അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയില്ല. എന്നാലും എനിക്ക് ട്രോഫി തരേണ്ട വീഡിയോ ഒക്കെ ഞാൻ കാണിച്ചിരുന്നില്ലേ. ബാലൻ മാഷും പ്രേമ ടീച്ചറും കൂടിയിട്ടാണ് എനിക്ക് തന്നത്, എൻ്റെ ടീച്ചേഴ്സ്. അപ്പോൾ അവരുടെ അനുഗ്രഹമൊക്കെ മേടിച്ചു. അപ്പോൾ അയ്യോ ബാലൻ മാഷ് പറഞ്ഞു കാലിലൊന്നും വീഴാൻ പാടില്ല മോളെ എന്നൊക്കെ പറഞ്ഞു. എന്നാലും എനിക്ക് അവരുടെ അനുഗ്രഹം എല്ലാ സമയത്തും ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ ഞാൻ. കാരണം 1 തൊട്ട് 4 വരെ ഞാൻ അവിടെ പഠിച്ചിരുന്നത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ആടുന്ന പല്ലടക്കം പറിച്ചു തന്നിട്ടുള്ളത് ജയസ ടീച്ചറാണ്. നനഞ്ഞ മുടി കെട്ടി പോകുമ്പോൾ ടീച്ചർ എന്നോട് പറയും നനഞ്ഞ മുടി കെട്ടി വെക്കരുത് കേട്ടോ മോളെ, കായ വരും. അപ്പോൾ ഓരോരോ കാര്യങ്ങൾ നമുക്ക് ചെറുപ്പം മുതൽ നമ്മുടെ അമ്മമാർ പറഞ്ഞു തരില്ല. അതേപോലെയുള്ള കാര്യങ്ങൾ എനിക്ക് നമ്മുടെ ടീച്ചേഴ്സും മാഷന്മാരൊക്കെയാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. നമ്മുടെ ഓരോ കുസൃതികൾ. ഞാൻ ആദ്യമായിട്ട് എനിക്ക് ക്യാഷ് പ്രൈസ് കിട്ടിയത് നമ്മുടെ ചെരിപ്പൂർ സ്കൂളിൽ നിന്നാണ്. ആദ്യമായി ഞാൻ ഡാൻസ് ഒരു സ്റ്റേജിൽ പെർഫോം ചെയ്യണത് നമ്മുടെ ചെരിപ്പൂർ സ്കൂളിലാണ്.
അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് മാറ്റങ്ങൾ എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഒരു ഉണർവ് തന്നിട്ടുള്ളത് നമ്മുടെ ചെരിപ്പൂർ സ്കൂളാണ് കേട്ടോ. അങ്ങനെ പരിപാടികളൊക്കെ കഴിഞ്ഞു. സ്റ്റേജിൽ ഇതാ ലീഡർ, നന്ദി, നമ്മുടെ സ്കൂൾ ലീഡറാണ് ആ കുട്ടി കേട്ടോ. അപ്പോൾ നന്ദി, എല്ലാവരോടും നന്ദിയൊക്കെ പറഞ്ഞ് കുട്ടികൾ ഇതാ നിറച്ചിരിക്കുന്നുണ്ട്. അവരെല്ലാവരും അവരെ അമ്മമാരെല്ലാവരും ഡാൻസ് പെർഫോമൻസ് കാണാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത്. ചെറിയ കുട്ടികളുടെ ഒപ്പന, ഡാൻസ്, ടീച്ചേഴ്സിൻ്റെ ഡാൻസ് എല്ലാതും ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ടീച്ചേഴ്സിനോടൊക്കെ യാത്ര പറഞ്ഞു, ഒരു സെൽഫിയൊക്കെ എടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് യാത്ര പുറപ്പെട്ടു. എൻ്റെ കുട്ടപ്പായ സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇരിക്കുന്നുണ്ട്. ഏട്ടൻ പിന്നെ അത് ഏറ്റവും ബാക്കിൽ പോയിരിക്കുന്നുണ്ട്. ആൾ പിന്നെ സൈലൻറ്റ് മനുഷ്യനല്ലേ, ചില സ്ഥലങ്ങളിൽ മാത്രമേ ആളെ ആക്റ്റീവ് ആവുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ആൾ സൈലൻ്റായിട്ടൊരു മുക്കിൽ പോയിരിക്കും. അങ്ങനെ പോയിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടുന്ന് യാത്ര പുറപ്പെടാം കേട്ടോ. നമുക്കിനി പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാമെന്ന്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ബുള്ളറ്റിൽ യാത്ര തുടർന്നാലോ. ചെറിയൊരു വീഡിയോ ആണ്, എൻ്റെ മനസ്സിൽ ഒതുങ്ങാത്ത അത്രയും സന്തോഷമുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.